എന്തൊരു ചൊറക്കല്ലേ ഇത് ഫുള്ള് അത് പൊട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി നാൻചൊലി പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാക്കാൻ്റെ റൂമിലാണ് നിൽക്കുന്നത്. എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കാക്കാൻ്റെ റൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ ഗൈസ് ഇതത് കണ്ടോ, ഇതൊരു 80-70 കാലഘട്ടത്തിലത്തെ ഒരു ഫാനുണ്ട്. അപ്പോൾ ഇത് ഇനി എന്താ ചെയ്യുക എനിക്കറിയില്ല. ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നടക്കൂല. കണ്ടോ ഇവിടെ കണ്ടോ കെട്ടിട്ടിക്കുകയാണെങ്കിൽ ഇത് ഊരാക്കുടുക്കട്ടിക്കണത്, അതുകൊണ്ട് എനിക്ക് കഴിയൂല കേട്ടോ അത് നന്നാക്കാൻ. സോറി, ഇത് എടുക്കാനൊന്നും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ അതാ ഇവിടെ പിന്നെ കർട്ടനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു ബെഡ്ഷീറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് മാറ്റണം, ഇതേപോലെ തന്നെ ഇവിടെയുള്ള ബെഡ്ഷീറ്റ് മാറ്റണം. പിന്നെ അതാ അവിടെ ഞങ്ങളുടെ ഡ്രസ്സുള്ള ഒരു എന്താ പറയുക കൊട്ടുണ്ട്. ഇവിടെ വലിയൊരു പെട്ടിയുണ്ട്, ഒരു 8-10 കിലോ കൊള്ളുന്ന ഒരു പെട്ടിയുണ്ട്. ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ. പിന്നെ അവിടെ അസിമോളെ ചെറിയ കുട്ടിയപ്പത്തുള്ള ഒരു പെട്ടി ഇതുണ്ട്, ബോക്സ് ഉണ്ടാവില്ലേ, അതുണ്ട്. അപ്പോൾ അതാ ഇതൊക്കെയാണ്. പിന്നെ അതാ അവിടെ ഞങ്ങളെ ഫ്രെയിമും കാര്യങ്ങളും ഇവിടെ ആകെ അലങ്കോലാക്കിയാട് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പെട്ടികളും ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നുകൊണ്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ ഒന്ന് പുറത്തെടുക്കട്ടെ കേട്ടോ. ഇവിടെ വെള്ളമൊക്കെ കൊടുന്ന് വെച്ചോളും താജ്മോൾ തട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് വേഗം പരിപാടികൾ കഴിക്കാം, എന്നിട്ട് കുളിച്ച് സെറ്റാവാം. ഓക്കെ, ഈ സാധനം നമുക്കൊന്ന് തള്ളി മാറ്റി കൊടുക്കാം. അതേപോലെ തന്നെ ഈ സംഭവം ഇവിടുന്ന് മാറ്റി വെക്കാം കേട്ടോ. അത് നമുക്ക് സിറ്റ് ഔട്ട് വെക്കാം. ജനലൊക്കൊന്ന് ഇതുണ്ടോ, ഇത് വണ്ടിമേൽ ഷീറ്റാണ്, ഇതൊക്കെ മാറ്റി വെക്കാം. നമ്മൾ പോവാണ്. പിന്നെ അടുത്ത പരിപാടി കണ്ട നിങ്ങളുടെ ബാക്കിലുള്ള ഐറ്റംസൊക്കെ പുറത്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം എന്താ കാട്ടാൻ വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ പുറത്തെടുത്തിട്ട് ഇവിടെ തട്ടിക്കൊട്ടി ഒന്ന് സെറ്റാക്കാമെന്നാണ് കരുതേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഓൺ വോയിസും വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഞാൻ ആകെ കുഴങ്ങി. അപ്പോൾ ഈ വീഡിയോയിൽ ഓൺ വോയിസ് തന്നെ കൊടുക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ എന്തായാലും അത് വേഗം മാറ്റിക്കട്ടോ പോയിട്ട്. ഫ്രെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെ ഇതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി സെറ്റാക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു ഷീറ്റ് ഇരിച്ചിരിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയില്ലേ, ആ ഷീറ്റിൽ വെക്കട്ടെ കേട്ടോ ഞാൻ ഇത് കൊണ്ടുപോയിട്ട്. പിന്നെ ഇത് തലമ്മ തേക്കുന്ന സാധനമാണ്. ഇത് കസിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. ഇതൊക്കെ പൊട്ടിച്ചാലേ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി വരില്ല. എന്തായാലും ഭദ്രമായിട്ടൊരു സ്ഥലത്ത് വെക്കട്ടെ. പിന്നെ ഇത് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ ഇത് പൊട്ടിക്കണം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തുമ്പലും ചീറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും മേലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടട്ടെ. ഈ കട്ടിലൊന്ന് നമുക്ക് ജസ്റ്റ് ഇതേപോലെ നീക്കി കൊടുക്കാം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ മാറ്റണം. കർട്ടനൊക്കെ ഒന്ന് കർട്ടനല്ല, ഈ ഒരു സംഭവം ഇതൊന്ന് ഇതാക്കുക. ജനലൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ ഇവിടെ പണി. ഇതൊക്കെ വേഗം ചെയ്ത് വെക്കട്ടെ നമുക്ക്. റാക്കിൽ നമ്മൾ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നമുക്ക് ഒതുക്കാൻ പറ്റുമെങ്കിൽ ഒതുക്കാം. അപ്പോൾ എന്തായാലും അത് തട്ടിക്കുട്ടി ഒന്ന് ക്ലീൻ ആക്കട്ടെ. Come on. ഞാൻ അതേപോലെ തട്ടിക്കൊട്ടി അതേപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ അവിടെ ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കട്ടെ.
ഇപ്പം തന്നെ ഞാൻ കഴിഞ്ഞിട്ടും. അപ്പോൾ എന്തായാലും ഇനി അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ഈ അലമാറൊന്ന് റെഡിയാക്കി എടുക്കുക, പിന്നെ അടിച്ചൊരു തുടക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ വാതിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. പത്രത്തിൽ തന്നെ ഉള്ളൂ. അപ്പം എന്തായാലും അത് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അതൊന്നും പിന്നെ അധികം പൊടിയൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മളൊരു സമാധാനത്തിന് ചെയ്യണമെന്നിരിക്കും. അപ്പോൾ അതിൻ്റെ താഴത്ത് കുറച്ച് സാധനങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ എടുക്കാറില്ല, കാണിച്ചു തരാം കേട്ടോ. ആ സാധനങ്ങൾ പറ്റണമൊക്കെ അതിലേക്ക് എടുത്തിടണം. എന്നിട്ട് അവിടെ തട്ടിക്കൊട്ടുക, ക്ലീൻ ചെയ്യുക. പരിപാടി ഫിനിഷ്. ഫിനിഷിലാണ് ഗൈസ്. അവർ അമിതാത്ത് നോക്കുന്നുണ്ട്. ജനലൊക്കെ തുറന്നെടുക്കല്ലേ. അപ്പോൾ അമിതാത്ത വിചാരിച്ചിട്ടുണ്ടാവും ഈ പെണ്ണ് നല്ല പണിയെടുക്കലാണല്ലോ എന്നൊക്കെ. ഇത് കാക്ക ഓർമ്മിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ഗൈസ്. കണ്ട വെള്ളം പറ്റുന്നുണ്ട്. പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തെടുക്കാം. ഈ പണിയൊക്കെ സിമ്പിളാണ്, ഹമ്പിളാണ്. പക്ഷേ എന്താ പറയുക, രാത്രി പിന്നെ ബെഡിൽ നിന്ന് ടംബിൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൂ. അത്രയ്ക്ക് പെയിനിക്കാരോ. അപ്പോൾ ചത്ത് പണിയെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ കുറച്ച് എടുത്താൽ മതി, എന്നാൽ തന്നെ കഴിയും. എന്തായാലും ഞാനിത് വേഗം ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഓക്കെ, ഇത് ക്ലീന്. ഇതൊന്ന് തുടച്ചെടുക്കാം കേട്ടോ. കണ്ടോ എൻ്റെ കെട്ടിയാണ്. ഓ എന്തൊരു ചൊറക്കല്ലേ. ഇത് ഫുള്ള് അത് പൊട്ടി. ഓല ഞാൻ എന്നെ പിലാക്കി ഗൈസ്. ഇത് നശിച്ചു പോയി. സോ ഗൈസ്, ഇതാ സിമ്മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയതാ കേട്ടോ. എന്ത് ചെയ്യുക, ഇതേമാതിരി ഒന്ന് പൊട്ടിയിട്ടാണ് ഞാൻ വേറെ ഒന്ന് സെറ്റാക്കിയതേനു. അതും പൊട്ടി ഗൈസ്. എന്തായാലും ഇതൊന്ന് തുടച്ചെടുക്കാം. ഓ കടമൊക്കെ ചാടി. ഇത് കുറച്ച് വലുപ്പത്തരം കൂടിയോ എന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കുട്ടിയാണ് ഗൈസ്. ഇത് പ്രസവിച്ചപ്പോഴത്തെ ഇത് 6-ാം മാസമോ 7-ാം മാസമോ. ഇത് പിന്നെ 3 വയസ്സ്. ഇതും 4 വയസ്സ്. അത് 4 വയസ്സ്. എനിക്കിൽ പൂപ്പലടിച്ചു പോകും. എന്തായാലും എടുത്തോക്കല്ലേ. ഇതങ്ങനെ വെച്ചിരിക്കണം. എന്താ ഷോ എൻ്റെ ചെങ്ങായി ഒരു കല്യാണ ഫോട്ടോത്തിന് തലച്ചു കൊടുത്താണ് ഗൈസ്. കണ്ടോ, ഞാനൊക്കെ കണ്ടില്ലേ. എന്താ ലുക്ക്. എവിടെ ഇല്ലെങ്കിൽ ഞാൻ വലുപ്പത്തരം പറഞ്ഞാണ്ടേ ഇത് താഴത്തേക്ക് പോകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇവിടെ വെക്കാം. പൊട്ടിയാൽ ശരി, ഇവിടെ കൊണ്ടുവച്ചു ഞാൻ. ഇവിടെ ഒന്നും വെക്കാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പം ആ കാണുന്ന ജനൽ തുടച്ചിട്ട് വരാം കേട്ടോ. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ആ ഫാനൊക്കെ ഒന്ന് തുടച്ചിക്കണം കേട്ടോ. പിന്നെ അത് എത്ര തുടച്ചാലും വെളുക്കൊന്നുമില്ല. അത് പുരാതന കാലത്തായതുകൊണ്ട് തന്നെ അത്ര ചൊറുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം എന്തായാലും ബാക്കിയുള്ള തുടച്ചിട്ട് വരാം. കട്ടിൽ പുറത്ത് കൊണ്ടുപോയി വെറുതെ ഉണ്ടാക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഇനി ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ ഒരു കവർക്ക് പുറത്തിട്ട് ഈ കവറിലെല്ലാം നമുക്ക് ആദ്യം ഇതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് പുറത്തെടുക്കാം. ഇതിൻ്റെ ബാക്കൊന്ന് ഇതേമാതിരി തുടച്ചെടുക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ കുറേ കലാവിരുതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കട്ടെ നമുക്ക്. ഇങ്ങനെയാണ് ഡോറ് വരുന്നത് കേട്ടോ. തുടച്ചെടുക്കട്ടെ. അപ്പോൾ ഈ സ്വിച്ച് ബോർഡൊക്കെ തുറക്കണം എന്ന് കരുതിൻ്റെ, പക്ഷേ സ്വിച്ച് ബോർഡൊന്നും തുറക്കേണ്ട ഒരു ആവശ്യമില്ല. ഒക്കെ പെയിൻ്റ് അടിച്ച് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. തുടച്ചെടുത്തിട്ട് വലിയ മാറ്റം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തുടച്ചെടുത്ത് നോക്കാം. വീഡിയോ എൻ്റെ ഉമ്മക്ക് നല്ല ഇഷ്ടമാവും. കാരണം ഞാൻ ഇത്രയും ചത്ത് പണിയെടുക്കുകയാണ്. അപ്പം ഉമ്മ പറയുണ്ടാവും, എൻ്റെ കുട്ടി ഇപ്പോഴേലും നല്ല പണിയെടുത്തല്ലോ എന്ന്. എൻ്റെ ഉമ്മക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇട്ട് എൻ്റെ അമ്മ ഈ വീഡിയോ കാണുന്നതായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ട എൻ്റെ അമ്മക്ക് നല്ല സന്തോഷമായി. കാരണം ഞാൻ ചത്ത് പണിയെടുക്കല്ലേ, അത് കാണാൻ ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മക്ക്.
നമ്മളെ കർട്ടൻ ഇടാൻ വേണ്ടി പോവാണേ. കർട്ടനാണ് കുറേ പ്രശ്നം, മെയിനായിട്ടുള്ള പ്രശ്നം. നമുക്ക് നിർത്തിച്ചാൽ ഇവിടെ ഇങ്ങനെയൊക്കെ കർട്ടൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടണം, ആണെങ്കിൽ കെട്ടിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഇപ്പം തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. എങ്ങനെയൊക്കെയാണ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പ്ലീസ്. നമ്മൾ നേരത്തെ അവിടെ കൊണ്ടുവച്ച ഇവിടെ ബക്കറ്റ് ഉണ്ട്, അത് ഈ ഭാഗത്തേക്ക് വെക്കുക. അപ്പം ഞാൻ പറഞ്ഞ പെട്ടി ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഉള്ളിലൊക്കെ മടക്കി വെച്ച സാധനങ്ങളാണ്, അപ്പം ഞാൻ അതൊന്നും എടുക്കാനാവില്ല. എന്താ ഇതിവിടെ ഈ ഭാഗത്ത് ഒരുക്കി വെക്കാനേ. ഈ പെട്ടിയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടാവും. അപ്പോൾ സംഭവം നൈസാണ്. അങ്ങനെ ഗൈസ് എല്ലാ പരിപാടിയും കഴിഞ്ഞു, സമാധാനമായി. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത റൂം ഞാൻ കാണിച്ചു തരാം. എടുക്കാൻ പോവുകയാണ്. അപ്പം അതാക്കും, ഞാൻ ക്ലീൻ ചെയ്ത റൂമാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരു 1.5 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. 1.5 മണിക്കൂർ കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ഞാൻ ചെയ്ത് തീർത്തു. പക്ഷേ ഇനി കിച്ചണുണ്ട്, ഹാളുണ്ട്, അങ്ങനത്തെ എല്ലാ ചില്ലറ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.